ഹേയ് വെൽക്കം ടു ലൂലാസ് ബ്ലാബ്ല. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നിവിടെ വീട്ടിലെല്ലാവരും കൂടെ കസിൻസും ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയൊരു ഓണം പരിപാടിയൊക്കെ പോലെ നടക്കുന്നുണ്ട്. ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല മഴയാണ്, അപ്പം നടക്കുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒന്നുകൂടെ വെൽക്കം ടു ലൂലാസ് ബ്ലാബ്ല. മിക്കവാറും ഞാൻ സാരി എടുക്കാറ്, അതുകൊണ്ട് ഇത്തവണ നമുക്കൊരു ചേഞ്ചിന് പട്ടുപാവാടയും ബ്ലൗസും പിടിച്ചിട്ടുണ്ട്. കുറേ നാളായി പട്ടുപാവാട. എനിക്ക് തോന്നുന്നത് ഞാൻ UG ഫസ്റ്റ് ഇയർ അല്ല സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഉള്ളതാണ്. കോളേജിലെ ഓണത്തിന് തയ്പ്പിച്ച അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴായിരുന്നു. അപ്പം ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഇന്നിടാം. അപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ വലിയ ഹെവി മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങി പോകുന്നു. ഇതാണ് ഫുൾ ലുക്ക്. അപ്പോൾ റെഡിയായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ താഴോട്ട് പോകാം. താഴെ എല്ലാവരും വന്നിട്ടുണ്ട്, അവരെല്ലാം ഇപ്പോൾ വന്നുള്ളൂ. അപ്പം വന്ന പാടെ തന്നെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സദ്യയൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കുകയോ ചെയ്ത്, പായസം മാത്രമേ പുറത്തുനിന്ന് മേടിച്ചുള്ളൂ, ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയോ ചെയ്തു. പിന്നെ പപ്പയുടെ വകയാണ് എല്ലാവർക്കും ഓണക്കോടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായിമാർ, അതായത് പപ്പയുടെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ വേറെ ഡ്രസ്സ് എടുത്ത് തന്നു. എല്ലാവർക്കും സാരിയൊക്കെ ഇഷ്ടമായി. ഞങ്ങളാണെങ്കിലും എല്ലാം നോക്കുമായിരുന്നു. അതായത് 4 പേർക്കും സെയിം പാറ്റേണിൽ വരുന്ന കുറച്ച് ഡിഫറൻസ് വരുന്ന സാരി. ഒരാൾക്ക് പേർപ്പിൾ, ഒരാൾക്ക് ഗ്രീൻ, ഒരാൾക്ക് മഞ്ഞ, ഒരാൾക്ക് ഒരു ബീച്ച് ഷെയ്ഡ് വരുന്നത്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് 11 മണിക്ക് ശേഷം പിന്നെ മഴ പെയ്തില്ല. പിന്നെ വൈകിട്ടാണ് മഴ പെയ്ത്, രാവിലെ അങ്ങനെ മഴ പെയ്തില്ല. അതുകൊണ്ട് മിറ്റമൊക്കെ ഉണങ്ങിയോണ്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു, പിന്നെ ഫാമിലി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ റീൽസ് എടുത്തു. പിന്നെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ്, അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗെയിമിലേക്ക് നടന്നു. നമ്മൾ ഇന്ന് ബോൾ പാസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങളെല്ലാം തന്നെ ഔട്ടായി. പിന്നെ അപ്പയും അമ്മായും ചേട്ടായും റിയയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് അപ്പയും സബിയമായി തന്നെയായിരുന്നു. അതിൽ സബിയമായി ജയിക്കുകയും ചെയ്തു. പിന്നെ നാരങ്ങ സ്പൂൺ നടത്തി. അതിലാദ്യമേ ലേഡീസിൻ്റെ സെക്ഷൻ നടത്തി, അത് കഴിഞ്ഞ് പിന്നെ ബോയ്സിൻ്റെ സെക്ഷൻ നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 പേര് എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഞാൻ, മെരിച്ചേച്ചി, റിയ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇതിൽ ഞാൻ ഫസ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഫൈനൽ നടത്തിയപ്പോൾ സിമിയമായി ഫസ്റ്റ് കൊണ്ടുപോയി. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ പേപ്പർ കപ്പ് വെച്ചിട്ട് കാലപ്രയും വെച്ചിട്ട്, അത് കളിച്ചു. അതെല്ലാവരും തന്നെ കളിച്ചു. നല്ല കോമഡി ആയിരുന്നു. ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ കളിച്ചു. അത് കഴിഞ്ഞ ഉടനെ പിന്നെ സദ്യയിലേക്ക്. സദ്യക്കാണേലും 16 കൂട്ടം കറി ഉണ്ടായിരുന്നു. സാമ്പാർ, അവിയൽ, മോരുകറി, സംഭാരം, രസം, അച്ചടി, കിച്ചടി, എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. എല്ലാം ലാസ്റ്റ് കഴിച്ചിട്ടൊരു മത്ത് പിടിച്ച പോലെ എവിടെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡായി പോയി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ക്ഷീണം തട്ടി. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നിനൊരു ഉത്സാഹമില്ലായിരുന്നു. ഒന്ന് കിടന്നാൽ മതി എന്നായിപ്പോയി. റീൽസ് എടുക്കാനോ ഗെയിംസ് കളിക്കാനോ ഒന്നിനൊരു എല്ലാത്തിനും മടുത്തുപോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കൂത്താട്ടോളം പോയി. കൂത്താട്ടോളത്ത് ഡിസൈൻ സിൽക്സിൽ പോയി. കട തുടങ്ങിയിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അമ്മയൊക്കെ പോയി, എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും പോയി, അവിടെ കണ്ടു. പിന്നെ ഡ്രസ്സ് എടുത്തു. എല്ലാവരും തിരിച്ചു വന്നു. കുറേ നേരം അവിടെ തന്നെ 2 മണിക്കൂർ കണ്ട് പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. 2 അല്ല, അത് കൂടുതൽ സമയം പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് ബില്ലടിച്ച് തിരിച്ചിറങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉഗ്രം മഴ. പിന്നെ മഴയത്ത് ചായ, പരിപ്പ് വട, ഉള്ളിവടയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നു. ഗായ്സ്, ഞങ്ങൾ കാക്കനാട് പോവുകയാണ്. അപ്പം നമുക്ക് ചില്ലൊക്കെ ചെയ്തിട്ട് നാളെ കാണാം. അപ്പം കാക്കനാടെത്തി. സമയം 9:30 ഇനി കിടന്നുറങ്ങണം, രാവിലെ പോകണം. ചെറിയൊരു ട്രിപ്പുണ്ട് മൂന്നാർക്ക്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടാറ്റാ.